Hello everyone, welcome back to my channel. ഇന്നത്തെ എൻ്റെ വീഡിയോ ഈ ജനിച്ച ഉടനെ മുതൽ 16 വയസ്സ് വരെ കുട്ടികൾക്ക് കൊടുക്കുന്ന വാക്സിനെ പറ്റിയുള്ളതാണ്. ഈ രണ്ട് മക്കൾക്ക് എടുത്തതുമായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. അതുപോലെ തന്നെ ഞാൻ ഗൂഗിളിൽ ആ സമയത്തൊക്കെ കുറേ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഇപ്പോൾ എന്തൊക്കെ വാക്സിനാണ് കുട്ടികൾക്ക് എടുക്കുന്നത്, എങ്ങനെയാണ്, എത്ര വയസ്സിലാണ് എടുക്കുന്നത്, എത്ര ഡോസാണ്, അതൊക്കെയാണ് ഞാൻ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തിനാണ് വാക്സിൻ എടുക്കുന്നത്? ചെറിയ കുട്ടികൾക്ക് കുറേ അപകടകാരികളായ കുറേ രോഗങ്ങളുണ്ട്. മുമ്പ് ഇത് ഒരുപാട് കൂടുതലായിരുന്നു. അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജനിച്ച ഉടൻ മുതൽ 16 വയസ്സ് വരെ വാക്സിനേഷൻ എടുക്കുന്നത്. മുമ്പ് ഇത് കൂടുതലായതുകൊണ്ട് തന്നെ പോളിയോ, ക്ഷയം അങ്ങനത്തെ ഒരുപാട് രോഗങ്ങൾ കൊച്ചു കുട്ടികൾക്കൊക്കെ വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ വാക്സിൻ എടുക്കുന്നത് കൊണ്ട് തന്നെ കുറേ രോഗങ്ങൾ നമുക്ക് തടയാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോഴും കുട്ടികൾക്ക് വാക്സിനേഷൻ എടുക്കാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. മാതാപിതാക്കളുടെ കടമയാണ് കുട്ടികൾക്ക് വാക്സിനേഷൻ എടുക്കുക എന്ന് പറയുന്നത്. അവർക്ക് രോഗം വരാത്തത് എല്ലാം ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. ഉറപ്പായിട്ടും കറക്റ്റ് ടൈമിന് നിങ്ങൾ വാക്സിനേഷൻ എടുക്കാൻ ശ്രമിക്കണം. ഒരു ബുദ്ധിമുട്ടും അതിൽ വിചാരിക്കരുത്. ഗർഭിണിയായ അമ്മമാർക്കും അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾക്കും വേണ്ടി കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ തന്നെ വാക്സിനേഷന് കുറേ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടി അവർ ഒരു ബുക്ക് തന്നെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടൊരു സ്ത്രീ പ്രഗ്നൻ്റ് ആകുമ്പോൾ ആദ്യം തന്നെ അടുത്തുള്ള ഹെൽത്ത് സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് ആശാ വർക്കർ ഒരു ബുക്ക് കൊണ്ട് തരും. മുമ്പ് ഇതൊക്കെ ഒരു കാർഡായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് എങ്ങനെ വാക്സിനേഷൻ എടുക്കണം അത് മാത്രമേ ഉണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അമ്മമാർക്ക്, ഗർഭിണിയായ അമ്മമാർക്ക് എങ്ങനെയാണ് അവർ കാണിക്കുന്ന ഫസ്റ്റ് വിസിറ്റ്, അതുപോലെ തന്നെ BP, ഷുഗർ, ഹൈറ്റ്, വെയിറ്റ് അതെല്ലാം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ ഇതിലൂടെ പറ്റും. ആ ബുക്കിൻ്റെ ഫ്രണ്ട് പോർഷനിലാണ് അമ്മയുടെ കാര്യങ്ങൾ കൊടുക്കുന്നത്. ബാക്ക് സൈഡിൽ കുട്ടികളുടെ ഇമ്മ്യൂണൈസേഷനാണ് കൊടുത്തിട്ടുള്ളത്. രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ തന്നെ ആശാ വർക്കർ നമ്മളെ കോൺടാക്ട് ചെയ്യും, നമ്മളെ ഡീറ്റെയിൽസ് എടുക്കുകയും അതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്നൊരു ബുക്ക് കൊണ്ടുതരും. ഇതിന് അമ്മയും കുഞ്ഞും ബുക്കും എന്നാണ് പറയുന്നത്. ഞാൻ ഹാനിയെ ഡെലിവറി കഴിഞ്ഞത് ജൂലൈ 13, 2023 അപ്പോൾ എനിക്ക് ആശാ വർക്കർ അവിടെ നിന്ന് തന്ന ബുക്ക് ഇതാണ്. അമ്മയും കുഞ്ഞും ബുക്കും എന്നാണ് പറയുന്നത്. ഇത് കണ്ടില്ലേ, ഇതിൽ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ്, കേരള സർക്കാർ മാതൃശിശു സംരക്ഷണ കാർഡ് എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഫ്രണ്ട് പോർഷനിൽ ഇതിൽ ഡീറ്റെയിൽസും നമ്മുടെ വെയിറ്റും ഹൈറ്റും എല്ലാം, നമ്മുടെ അഡ്രസ്സും അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് വിസിറ്റ് ചെയ്തപ്പോൾ എന്താണ് അതെല്ലാം ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെയാണ് രജിസ്റ്റർ ചെയ്യുന്ന ഓരോ വീക്സും എത്രയാണ്, എന്തൊക്കെ വെയിറ്റാണ്. ഇതുപോലെ നമ്മൾ ഓരോന്നായിട്ട് രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലുള്ളതാണ്. പിന്നെ ഈ ബുക്കിനെ പറ്റി ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. ഇതിൽ ഗർഭിണികൾക്ക് ചെയ്യാൻ പറ്റുന്നതും എന്തൊക്കെ ശ്രദ്ധിക്കണം അതെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളായതിന് ശേഷം ഓരോ മാസവും കണ്ടില്ലേ, ഓരോ മാസവും കുട്ടികൾക്ക് നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് ഓരോ മാസവും. ഇതെനിക്ക് ഹാനിക്ക് തന്ന ബുക്ക് ഇതായിരുന്നു. ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ഇതുപോലെ നമ്മൾ എടുക്കുന്ന വാക്സിനേഷൻ കൊടുക്കേണ്ടത്. കണ്ടില്ലേ, ഫസ്റ്റ് ജനിച്ച ഉടൻ കൊടുത്ത വാക്സിനും ഡേറ്റും ഡീറ്റെയിൽസും എല്ലാം ഇവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തത് 1.5 മാസത്തിൽ കൊടുത്ത വാക്സിനും വെയിറ്റും അതുപോലെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2.5 മാസത്തിൽ, 3.5 മാസം, പിന്നെ 16 മുതൽ 24 മാസം വരെ ഉള്ളവരാണ് ഇപ്പോൾ ഹാനിക്ക് കൊടുത്തത്. ഇനി അടുത്ത കൊടുക്കേണ്ടത് 5 വയസ്സിലാണ് കൊടുക്കാനുള്ളത്. നമ്മൾ ആദ്യം ഇഞ്ചക്ഷൻ എടുത്ത് വെച്ചാണ് അടുത്ത ഓരോ മാസം എന്ന് കൊടുക്കണം എന്നൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അത് ആദ്യത്തെ 9 മാസം വരെ അവർ തന്നെ ഡേറ്റ് ഇട്ട് തരും. അപ്പോൾ ആ ഡേറ്റിന് നമ്മളിപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇതെൻ്റെ ഹൈറമോള ബുക്കാണ്. ഇതാണ് എനിക്ക് ഹൈറമോക്ക് തന്നിട്ടുണ്ടായിരുന്ന ബുക്ക്. ഇതിലും ഫസ്റ്റ് പേജിൽ അമ്മയുടെ ഡീറ്റെയിൽസും അഡ്രസ്സും വെയിറ്റും എല്ലാം ഫസ്റ്റ് പേജിൽ തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഏത് ഹോസ്പിറ്റലിലാണ് കൺസൾട്ട് ചെയ്യുന്നത് എന്നെല്ലാം ഫസ്റ്റ് പേജിൽ തന്നെ. മറ്റേതുപോലെ തന്നെയാണ്. പിന്നെ ഫ്രണ്ടിലെല്ലാം ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം നിങ്ങൾ വായിച്ച് നോക്കണം. കാരണം നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗപ്പെടും. കുട്ടികൾക്ക് എങ്ങനെയാണ് പേരൻറ്റിങ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എന്തൊക്കെ മൈൽസ്റ്റോണാണ് ഓരോ പ്രായത്തിൽ കുട്ടികൾക്ക് ഉണ്ടാവേണ്ടത് എന്നെല്ലാം ഈ 2 ബുക്കിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത് രണ്ടുമാണ് ആശാ വർക്കർ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഇനി കുട്ടികൾക്ക് എടുക്കേണ്ട വാക്സിനെ പറ്റി നമുക്ക് നോക്കാം. ആദ്യം ജനിച്ച ഉടനെ തന്നെ കുട്ടികൾക്ക് 3 വാക്സിനാണ് കൊടുക്കുന്നത്. ആദ്യം കൊടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം BCG വാക്സിനാണ്. BCG വാക്സിന് കുട്ടികൾക്ക് ജനിച്ച ഉടനെ കൊടുക്കുന്നുണ്ട്. അത് ഇടത് കൈയിൽ തൊലിയുടെ പുറത്തായിട്ടാണ് വാക്സിൻ എടുക്കുന്നത്. അത് പൊട്ടി കയ്യിൽ ഇടത് ഭാഗത്ത് മാർക്ക് പോലെ വരാറുണ്ട്. അത് നിങ്ങൾക്ക് കൊച്ചു കുട്ടികളെയൊക്കെ നോക്കുമ്പോൾ അറിയാൻ പറ്റും. എൻ്റെ മോൻ്റെ പേരെ കയ്യിലും ഉണ്ട് ഇതുപോലെ മാർക്ക്. ഹൈറയുടെ കയ്യിൽ ആദ്യം 1 മാസമൊന്നും ഇല്ലായിരുന്നു, പിന്നീടാണ് അത് മാർക്കായിട്ട് വന്നത്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കുക വേണ്ട. ചില കുട്ടികൾക്ക് കാണും, ചില കുട്ടികൾക്ക് കാണില്ല, അങ്ങനെയാണ് വരുന്നത്. BCG വാക്സിൻ ക്ഷയരോഗം വരാതിരിക്കാനാണ് ഈ വാക്സിൻ എടുക്കുന്നത്. ഇത് നിർബന്ധമായും കുട്ടികൾക്ക് എടുത്തിരിക്കേണ്ട വാക്സിനാണ്. എന്തെങ്കിലും ഡോക്ടർമാർ പറഞ്ഞാൽ മാത്രമേ എടുക്കാതിരിക്കാവൂ, അല്ലെങ്കിൽ നിർബന്ധമായി ഇത് എടുത്തിരിക്കണം. കുട്ടികൾക്ക് ജനിച്ച് 24 മണിക്കൂറിനകം എടുക്കേണ്ട വാക്സിനാണ് ഹെപ്പറ്റൈറ്റിസ് B. അതും നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാക്സിനാണ്. ഇപ്പോൾ കുറേ പേർക്ക് അതിൻ്റെ ഓരോ അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് നിർബന്ധമായി എടുക്കണമെന്ന് പറഞ്ഞു. ഒരു HIV പോലെ തന്നെ ബ്ലഡിലൂടെ പകരുന്നൊരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് B. അതുകൊണ്ട് ഈ വാക്സിൻ ജനിച്ച് 24 മണിക്കൂറിനകം എടുത്തിരിക്കണം. മഞ്ഞപ്പിത്തമാണ്, ഇത് കരളിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരും എടുത്തിരിക്കണമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അടുത്ത വാക്സിൻ വരുന്നത് ജനിച്ച് 12 മണിക്കൂറിനകം എടുക്കേണ്ട വാക്സിനാണ്. അതാണ് ഓറൽ പോളിയോ വാക്സിൻ, OPV എന്ന് പറയും. പോളിയോ രോഗത്തെ തടയാൻ വേണ്ടി എടുക്കുന്നതാണ്. അതും ജനിച്ച് 12 മണിക്കൂറിനകം എടുക്കണമെന്നാണ് പറയുന്നത്. അതിലാദ്യം കൊടുക്കുന്നത് 0 ഡോസാണ്. 0 ഡോസിൻ്റെ ഓറൽ പോളിയോ വാക്സിനാണ് നമ്മൾ ജനിച്ച ഉടനെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ജനിച്ച ഉടനെ കുട്ടികൾക്ക് 3 വാക്സിനാണ് BCG, ഹെപ്പറ്റൈറ്റിസ് B, ഓറൽ പോളിയോ വാക്സിൻ. ഇത് നിർബന്ധമായും കുട്ടികൾക്ക് എടുത്തിരിക്കേണ്ട ഒന്നാണ്. അടുത്ത വാക്സിൻ വരുന്നത് 1.5 മാസത്തിലാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ 6 വീക്കിലാണ് നെക്സ്റ്റ് വാക്സിൻ വരുന്നത്. ആ വാക്സിനിൽ 3 ഇഞ്ചക്ഷനാണ് വരുന്നത്. അപ്പോൾ എൻ്റെ മോക്ക് എടുത്തത് ഒരു കൈയിലും 2 കാലിലുമാണ് എടുത്തത്. നല്ല പെയിന് കാണും, അതുപോലെ തന്നെ പനിയും കാണും. എന്നിട്ട് 2 തുള്ളിമരുന്നും വരുന്നുണ്ട്. അത് OPV, ഓറൽ പോളിയോ വാക്സിൻ. അതിൻ്റെ ഫസ്റ്റ് ഡോസാണ് കൊടുക്കുന്നത്. ഇഞ്ചക്റ്റബിളായിട്ടും ചെയ്യുന്നുണ്ട്. ഇഞ്ചക്റ്റബിൾ പോളിയോ വാക്സിൻ്റെ ഫസ്റ്റ് ഡോസും ഈ 1.5 മാസത്തിൽ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അത് ഇഞ്ചക്ഷനായിട്ടാണ് കൊടുക്കുന്നത്, മറ്റേത് മരുന്നായിട്ടാണ് കൊടുക്കുന്നത്. ഓറൽ പോളിയോ വാക്സിൻ്റെ ഫസ്റ്റ് ഡോസും അതുപോലെ തന്നെ ഇഞ്ചക്റ്റബിൾ പോളിയോ വാക്സിൻ്റെ ഫസ്റ്റ് ഡോസും ഈ 1.5 മാസത്തിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ കൊടുക്കുന്നത് റോട്ട വൈറസിൻ്റെ ഫസ്റ്റ് ഡോസ് കൊടുക്കുന്നുണ്ട്. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്സിനാണ്. റോട്ട വൈറസ് ആദ്യമൊന്നും ഇതില്ലായിരുന്നു, ഇപ്പം ഗവൺമെൻറ് അതും കൂടെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കൊച്ചുകുട്ടികൾക്ക് ഉണ്ടാകുന്ന വയറിളക്കത്തെ തടയാൻ വേണ്ടിയാണ് ഈ റോട്ട വൈറസ് വാക്സിൻ എടുക്കുന്നത്. അടുത്ത വാക്സിൻ വരുന്നത് പെൻറ്റാവാലൻറ്റ് വാക്സിൻ. 5 ഡിസീസിനെ തടയാൻ വേണ്ടിയാണ് ഈ പെൻറ്റാവാലൻറ്റ് വാക്സിൻ എടുക്കുന്നത്. ഡിഫ്തീരിയ, ടെറ്റനസ്, ഹെപ്പറ്റൈറ്റിസ് B, പെർട്ടിസുസ്, അതുപോലെ തന്നെ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ. ഈ 5 അസുഖങ്ങളെ തടയാൻ വേണ്ടിയാണ് ഈ പെൻറ്റാവാലൻറ്റ് എന്ന് പറഞ്ഞ വാക്സിൻ എടുക്കുന്നത്. 2.5 മാസത്തിലാണ് അടുത്ത വാക്സിൻ കൊടുക്കുന്നത്. 10 വീക്ക്, 10 ആഴ്ചയാകുമ്പോഴാണ് കൊടുക്കുന്നത്. അപ്പോൾ 1 ഇഞ്ചക്ഷൻ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഓറൽ പോളിയോ വാക്സിൻ്റെ സെക്കൻഡ് ഡോസ് കൊടുക്കുന്നുണ്ട്. റോട്ട വൈറസിൻ്റെ സെക്കൻഡ് ഡോസും കൊടുക്കുന്നുണ്ട്. പെൻറ്റാവാലൻറ്റിൻ്റെ സെക്കൻഡ് ഡോസും ഈ സമയത്ത് കൊടുക്കുന്നുണ്ട്. പെൻറ്റാവാലൻറ്റ് 5 ഡിസീസിനെ തടയാൻ വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ഡോസും റോട്ട വൈറസും ഓറൽ പോളിയോ വാക്സിനും ഈ സമയത്ത് കൊടുക്കുന്നുണ്ട്. വാക്സിൻ കൊടുക്കുന്നത് 3.5 മാസത്തിലാണ്. അപ്പോൾ 14 ആഴ്ചയാകുമ്പോഴാണ് അടുത്ത വാക്സിൻ കൊടുക്കുന്നത്. അതും നമ്മൾ ഫസ്റ്റ് 6 വീക്കിൽ എന്താണോ കൊടുക്കുന്നത്, 1.5 മാസത്തിൽ നമ്മൾ എന്ത് വാക്സിനൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സെക്കൻഡ് ഡോസാണ് ഇത് 3.5 മാസത്തിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പെയിനും പനിയും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഓറൽ പോളിയോ വാക്സിൻ്റെ 3rd ഡോസ് ഈ സമയത്ത് കൊടുക്കുന്നുണ്ട്. റോട്ട വൈറസിൻ്റെ 3rd ഡോസ്, ഇഞ്ചക്റ്റബിൾ പോളിയോ വാക്സിൻ്റെ സെക്കൻഡ് ഡോസും ഈ സമയത്ത് കൊടുക്കുന്നുണ്ട് 3.5 മാസത്തിൽ. ഫസ്റ്റ് 1.5 മാസത്തിൽ എന്തൊക്കെയാണോ കൊടുത്തത് അത് തന്നെയാണ് 3.5 മാസത്തിൽ ഇപ്പോഴും കൊടുക്കുന്നത്. പിന്നെ പെൻറ്റാവാലൻറ്റ് 5 ഡിസീസിനെ തടയാനുള്ള ഇഞ്ചക്ഷൻ്റെ 3rd ഡോസും ഈ സമയത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത്രയാണ് 3.5 മാസത്തിൽ കൊടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ 1.5 മാസത്തിൽ എന്തൊക്കെയാണോ കൊടുത്തത് ആ ഇഞ്ചക്ഷൻ എല്ലാം തന്നെ 3.5 മാസത്തിൽ അതുപോലെ കൊടുക്കാറുണ്ട്. അടുത്ത വാക്സിൻ വരുന്നത് 9 മാസം മുതൽ 12 മാസത്തിന് ഇടയിൽ എടുക്കാനുള്ള വാക്സിനാണ്. ഞാൻ എൻ്റെ ഹാനിയർ ടൈമിന് അവർ പറഞ്ഞത് 9 മാസം കംപ്ലീറ്റ് ചെയ്ത് 10ാം മാസം തുടക്കത്തിൽ തന്നെ ഇഞ്ചക്ഷൻ കൊണ്ടുവരാനാണ് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഹൈറയ്ക്കും പറഞ്ഞിട്ടുള്ളത്. 9 മാസം കംപ്ലീറ്റ് ആയതിനു ശേഷം 10 തുടക്കത്തിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഞ്ചക്ഷൻ. അപ്പോൾ 9ാം മാസത്തിൽ എടുക്കുന്ന വാക്സിൻ MR എന്ന് പറഞ്ഞൊരു വാക്സിനാണ്, മിസ്ലസ് റുബെല്ല. ഈ 2 ഡിസീസിനെ തടയാൻ വേണ്ടിയാണ് എടുക്കുന്നത്. കുറേ പേര് ഒരു ഡിസീസിനെ മാത്രമായിട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ഏറ്റവും നല്ലത് 2 ഡിസീസിനെ ഒരുമിച്ച് ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്.
ഫസ്റ്റ് ഡോസ് ഈ സമയത്ത് എടുക്കുന്നുണ്ട്. അടുത്ത വാക്സിൻ വരുന്നത് ജപ്പാനീസ് എൻഫലാറ്റിസ് എന്ന് പറഞ്ഞൊരു കൊതുക് പരത്തുന്ന ഒരു രോഗമാണത്. അതിൻ്റെ ഫസ്റ്റ് ഡോസും ഈ സമയത്ത് തന്നെയാണ് എടുക്കുന്നത്. വിറ്റാമിൻ്റെ മരുന്നിൻ്റെ ഫസ്റ്റ് ഡോസ് ഈ സമയത്ത് കൊടുക്കുന്നുണ്ട്. 9ാം മാസത്തിലാണ് വിറ്റാമിൻ എയുടെ ഫസ്റ്റ് ഡോസ് കൊടുക്കുന്നത്. അത് എന്നോട് ഇഞ്ചക്ഷൻ എടുക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞത് 9ാം മാസം മുതൽ ഫസ്റ്റ് ഡോസ് എടുക്കുന്നുണ്ട്. അങ്ങനെ 5 വയസ്സ് വരെ 6 മാസം ഗ്യാപ്പ് ഇട്ട് കൊണ്ടുവന്ന് കുട്ടിക്ക് മരുന്ന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഹാനിക്ക് സെക്കൻഡ് ഡോസ് മരുന്നും കൊടുത്തിട്ടുണ്ടായിരുന്നു. 6 മന്ത് ഗ്യാപ്പ് ഇട്ട് കൊണ്ടുപോയി ഞാൻ കൊടുക്കാറുണ്ട്. അടുത്ത ഇഞ്ചക്ഷൻ വരുന്നത് 16 മാസം മുതൽ 24 മാസത്തിന് ഇടയിലാണ്. 16 മാസം മുതൽ 24 മാസത്തിന് ഇടയിലാണ് അടുത്ത ഇഞ്ചക്ഷൻ വരുന്നത്. അതും ഇതുപോലെ തന്നെ MR മീസിലസ് റുബല്ലേര സെക്കൻഡ് ഡോസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ജപ്പാനീസ് എൻഫലാറ്റിസിൻ്റെ സെക്കൻഡ് ഡോസും കൊടുക്കുന്നുണ്ട്. അത് കൊതുക് പരത്തുന്ന രോഗമാണ്. അത് ഇപ്പോഴായിട്ടാണ് അതിൻ്റെയൊക്കെ വാക്സിൻ വന്നു തുടങ്ങിയത്. ഞാൻ ഇത് ഹാനിക്ക് ഇതെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഓറൽ പോളിയോ വാക്സിനും കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ എല്ലാ ഇഞ്ചക്ഷൻ്റെ സമയത്തും ഓറൽ പോളിയോ വാക്സിൻ ഇവർ കൊടുക്കാറുണ്ട്. 16 മുതൽ 24 മാസം വരത്തിന് ഇടയിൽ വരുന്നത് MR മിസിലസ് റുബല്ലേര സെക്കൻഡ് ഡോസ്, ജപ്പാനീസ് എൻഫലാറ്റിസിൻ്റെ സെക്കൻഡ് ഡോസ്, പിന്നെ അത് തന്നെ ഓറൽ പോളിയോ വാക്സിൻ്റെ ബൂസ്റ്റർ ഡോസ് കൊടുക്കുന്നുണ്ട്. പിന്നെ കൊടുക്കുന്നത് ഡിഫ്തീരിയ, ടെറ്റനസ്, പെർട്ടുസിസിൻ്റെ ബൂസ്റ്റർ ഡോസും ഈ സമയത്ത് കൊടുക്കുന്നുണ്ട്. DPT എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെയും ബൂസ്റ്റർ ഡോസും ഈ സമയത്ത് കൊടുക്കുന്നുണ്ട്. ഡിഫ്തീരിയ, ടെറ്റനസ്, പെർട്ടുസിസ് ഇതിൻ്റെ DPT എന്ന് പറയും. ഈ ഇഞ്ചക്ഷൻ മുമ്പില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇതുകൊണ്ട്. പിന്നെ വിറ്റാമിൻ എയുടെ സെക്കൻഡ് ഡോസും ഈ സമയത്ത് കൊടുക്കുന്നുണ്ട്. അത് 5 വയസ്സ് വരെ മുടങ്ങാതെ 6 മാസം ഇടവിട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ കറക്റ്റിന് അതുപോലെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങളും അത് മറക്കാതെ കൊണ്ടുപോയി കൊടുത്ത ഇഞ്ചക്ഷൻ വരുന്നത് 5 വയസ്സ് മുതൽ 6 വയസ്സ് വരെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇഞ്ചക്ഷൻ എടുത്തിരിക്കണം. അതിന് വരുന്നത് DPTയുടെ ബൂസ്റ്റർ ഡോസാണ്. അപ്പോൾ 5 വയസ്സ് മുതൽ 6 വയസ്സ് വരെ ഇടയിൽ വരുന്നത് DPTയുടെ ബൂസ്റ്റർ ഡോസാണ്. ഡിഫ്തീരിയ, പെർട്ടുസിസ്, ടെറ്റനസ് ഇതിൻ്റെ ബൂസ്റ്റർ ഡോസാണ് ഈ സമയത്ത് എടുക്കുന്നത്. മുമ്പ് DT മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഇത് 3ഉം കൂടെ ചേർത്താണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അത് 5 വയസ്സ് മുതൽ 6 വയസ്സ് വരെയാണ് വരുന്നത്. അടുത്ത വാക്സിൻ വരുന്നത് 10 വയസ്സിലാണ്. 5 വയസ്സ് കഴിഞ്ഞ് അടുത്ത വാക്സിൻ വരുന്നത് 10 വയസ്സിലാണ്. 10 വയസ്സിൽ ഇതുപോലെ തന്നെ DT വാക്സിൻ മാത്രമാണ് എടുക്കുന്നത്. ഡിഫ്തീരിയ, ടെറ്റനസ് അങ്ങനെ DT വാക്സിനാണ് 10 വയസ്സിൽ എടുക്കുന്നത്. അതും ഇത് ചിലവർക്ക് കയ്യിലൊക്കെ എടുക്കാറുണ്ട്, കുഴപ്പമില്ല. പക്ഷെ കയ്യിലെടുക്കുമ്പോൾ നല്ല പെയിൻ വരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ വരുന്നത് 16ാമത്തെ വയസ്സിലാണ് ലാസ്റ്റ് വാക്സിൻ വരുന്നത്. ഈ ഗവൺമെൻറ്റിൻ്റെ പാറ്റേൺ അനുസരിച്ച് ലാസ്റ്റ് വാക്സിൻ വരുന്നത് 16ാമത്തെ വയസ്സിലാണ്. അതും DT ആണ്, ഡിഫ്തീരിയ, ടെറ്റനസ്. ഈ ഇഞ്ചക്ഷൻ മാത്രമാണ് ഈ സമയത്ത് വരുന്നത്. പിന്നെ ഈ ഗവൺമെൻറ് പാറ്റേൺ പ്രകാരം അല്ലാതെ കുറേ വാക്സിൻസ് ഇതിന് പുറമേ ഉണ്ട്. അത് നിങ്ങൾക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നോ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വരുമ്പോൾ ഈ വാക്സിൻ എടുക്കാവുന്നതാണ്. ജനിച്ച ഉടനെ തന്നെ എടുത്ത വാക്സിനെല്ലാം നമ്മൾ ഇതുപോലെ ഡേറ്റ് കറക്റ്റായിട്ട് സൂക്ഷിച്ചാൽ മാത്രമേ ബാക്കിയുള്ള വാക്സിനൊക്കെ എന്ന് എടുക്കണം എന്നൊരു ഡേറ്റ് നമുക്ക് കറക്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാതാപിതാക്കൾ കുട്ടികൾക്ക് വാക്സിൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. മുടങ്ങാതെ തന്നെ ഓരോ വാക്സിനും കറക്റ്റ് മന്തിൽ നിങ്ങൾ കൊണ്ടുപോയി എടുക്കണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടുതൽ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുവേ.